ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രൗഡ് മൊമെന്റ്. ഞാൻ വീട്ടിലെത്തി, വെള്ളം കുടിച്ചു, മുടിയൊക്കെ അലങ്കൊലൊക്കെ എടുക്കട്ടോ. കാരണം മോനെ ഉമ്മൻ്റെ നവരത്ന എവിടെയാണുള്ളത്? ഉമ്മൻ്റെ അടുത്തൊന്നും തലയെ തേച്ചില്ല. നവരത്ന തേക്കാറുണ്ട്, നല്ല സാധനം കേട്ടോ, നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നവരത്ന തേക്കാത്തോണ്ട് ഈ ബേബി ഹെയർസ് ഇങ്ങനെ വരുന്നോണ്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. എന്തരോ ഏതരോ ഹാപ്പി ഹാപ്പി ഹാപ്പി, സോ ഹാപ്പി. എന്തുവാടേ പറയാ? എന്താ മോനെ ഈ ഒരു നിമിഷത്തിൽ നിനക്ക് 2 വാക്ക് പറഞ്ഞിട്ട് പോ. അടക്ക പോലെ 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 2 വാക്ക് പറ. എന്തുവാണ് എനിക്ക് ഇങ്ങോട്ട് താമസിച്ചപ്പോ തോന്നുന്നത്? അടക്ക് കുത്തിരിക്കാൻ സ്ഥലമല്ല കഴിഞ്ഞോ? അവിടെ അങ്ങനെ 150 കസേരല്ലേ? ടീവിന്റെ അകത്ത് കസേര ഉണ്ടായില്ലോ ആ സൈഡില്. അല്ലല്ല ആ സൈഡിലുണ്ട്. ഓ TV കുത്തിരിഞ്ഞ് കാണാൻ സോഫ സെറ്റ് ഇവിടെ ഉണ്ട്. എൻ്റെ എനിമികൾക്കിപ്പം ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കളിയാക്കൽ, നിങ്ങളുടെ പരിഹാസമാണ് എൻ്റെ കഷ്ടപ്പാട്. നിങ്ങളുടെ ഓരോരുത്തരെയും കളിയാക്കൽ കൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടെ വരെ എത്തിയത്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ തോറ്റുപോയേനെ. പലതവണ പല സ്ഥലത്ത് ഞാൻ തോറ്റുപോയി എന്ന് തോന്നുന്ന സമയത്ത് അരുൺ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ തോറ്റാച്ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, തോൽക്കരുത്, തളരരുത്. തോറ്റിട്ടുമില്ല, തളർന്നിട്ടുമില്ല, നേടിയെടുത്തു. ഈ എൻ്റെ ശത്രുക്കളായിട്ടുള്ള ഒരുപാട് ലേഡീസിന് പറ്റാത്തത് നേടിയെടുത്തു. വർഷങ്ങളോളം രാഷ്ട്രീയം കളിച്ചിട്ട് നേടിയെടുക്കാത്തത്, വർഷങ്ങളോളം യൂട്യൂബിൽ പരദൂഷണം പറഞ്ഞിട്ട് നേടിയെടുക്കാത്തത് ഞാൻ നേടിയെടുത്തു. പിന്നെ ഈ നമ്മുടെ അമ്മായി പറയുന്നുണ്ടല്ലോ, ഞാൻ പിള്ള ചേച്ചിനെ പറയുന്നത്, ഹരിതനെ പറയുന്നത്, ഞാൻ എപ്പോഴും അടിവരെയൊക്കെ പറഞ്ഞത് കഷ്ടമുണ്ട് കേട്ടോ ഡി. ഒറ്റക്ക് പോരാടാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ട് 2-3 കവറിൽ പൊതിഞ്ഞിട്ട് അതിലിട്. ഇങ്ങോട്ട് നവരത്ന ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഈ നവരത്ന എന്താന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഇതേ നവരത്ന ഒരു സ്വാമിയുടേതാട്ടോ. ഏതാ സ്വാമി ആർക്കറിയാം? ആയുർവേദിക് ഓയിലാണെന്ന് പറയുന്നത്. പക്ഷെ കുളിച്ചതിന് ശേഷം, നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം വേണം ഇത് തലയിൽ പുരട്ടാൻ. കുളിച്ച് കഴിഞ്ഞ് തല തോർത്തിയ പാടക്ക് ഇത് തലയിൽ തേച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ പല്ലുവേദന, തലവേദന ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, പണി പാല് വെള്ളത്തിൽ കിട്ടും. എൻ്റെ മുടി വീഴ്ചയിൽ ഞാൻ മുടി കളർ ചെയ്തും സ്മൂത്തനിങ് ചെയ്തിട്ടൊക്കെ എല്ലാവരും ചോദിക്കും, എണ്ണ ഉപയോഗിച്ച മുടിക്ക് ഡാമേജ് ആവൂലേ? ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം എനിമികളെ എന്നിട്ട് പറഞ്ഞു വന്നത്, ഒറ്റക്ക് നേരിടാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെയും കൂടി കൂട്ടുപിടിക്കുക. അവർ നിന്നെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഇവളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവം പേടിച്ചിട്ട് ഷോടാ. ബൈ ദ ബൈ വാപ്പയുടെ ഫോട്ടോ കേട്ടോ. ഒരാഴ്ചത്തേക്ക് എൻ്റെ ഫോട്ടോ വെച്ചത് ഇവിടെ കണ്ടോ, അവിടെ കണ്ടോ. പിന്നെ എൻ്റെ എനിമികളോടായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്ന് ബസ് കയറിയിട്ട് ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, ഒന്ന് എഴുന്നേറ്റ് തരുമോ? സെലിബ്രിറ്റിയാന്ന് പറയേണ്ടി വന്നില്ല, കൊച്ചു എഴുന്നേറ്റ് വന്നു. കാരണം കൈക്ക് ഭയങ്കര പെയിൻ ഉണ്ട്. കൈ ഒന്ന് കാണിക്കണം, കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പറയും ദൈവം തന്ന ശിക്ഷയാണ്. ദൈവമല്ല ശിക്ഷ ചെയ്തത്. എന്തോ അട്ടിക്ക് കിടക്കുന്ന കസേര ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തിരിഞ്ഞു ചോദിച്ചാൽ ഈ പന്നീൻ്റെ മക്കൾ അവിടുന്ന് കൊണ്ടുപോകാനായിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ആ പന്നീൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ ഈ അവസ്ഥയിലാക്കിയത്. ഏതായാലും തെറിത്താത്തെ കുറേ കാലം യൂട്യൂബിൽ കളകള എന്നില്ലിട്ട് മോൻ്റെ ദരിദ്രം പിടിച്ച വീഡിയോ ഇറങ്ങി എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ തെറിത്താത്തെ.
ഓക്കെ, അപ്പോൾ ബൈ ദ ബൈ പറഞ്ഞുകൊണ്ട് ജസ്ന സലീം, കണ്ണാ നിനക്കായി. ബൈ ജസ്ന സലീം, ടാറ്റാ.